സഞ്ചാരം എന്ന ചാനലിലൂടെ സന്തോഷ് ജോർജ് കുളങ്ങര അതിമനോഹരമായി ചെയ്യുന്ന ട്രാവലോഗ്സ് ഉണ്ട്. അത് കുറേ കൂടി അക്കാഡമിക്കാണ്. ഒരുപാട് ചെറുപ്പക്കാരുടെ ട്രാവലോഗ്സ് ഞാൻ കാണാറുണ്ട്. അസാധ്യ എനർജിയിൽ അവർ കണ്ട സ്ഥലത്തെക്കുറിച്ച് അവിടെ തന്നെ നിന്ന് അപ്പം തന്നെ ആ കാഴ്ചകളെക്കുറിച്ച് പറയുന്ന ഇൻഫർമേഷൻസ് തരുന്ന ട്രാവലോഗ്സും ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര എനർജിയാണ്. എനിക്ക് സന്തോഷ് ജോർജിൻ്റെ പോലെയുള്ളൊരു അക്കാഡമിക് പശ്ചാത്തലവും ഇല്ല, ഈ ചെറുപ്പക്കാരുടെ എനർജിയും ഇല്ല. ഞാൻ ഒരു സാധാരണ യാത്രികൻ, നിങ്ങളെപ്പോലെ സാധാരണക്കാരനായ ഒരാൾ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ചകൾ, ഞാൻ കണ്ടുമുട്ടിയ ആളുകൾ, എന്നെ ആകർഷിച്ച ചില കാര്യങ്ങൾ, ഈ ഗൈഡ് നമുക്ക് പറഞ്ഞു തരുന്ന കഥകൾ, നമ്മൾ പരിചയപ്പെടുന്ന നാട്ടുകാരും നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്ന ആളുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അറിവുകൾ, അതെല്ലാം ഷെയർ ചെയ്യുന്നൊരു പരിപാടിയാണെന്ന് കരുതിയാൽ മതി. പക്ഷേ എനിക്ക് ഇത് ചെയ്യാൻ തോന്നാൻ കാരണം, ഞാൻ ഓരോ യാത്ര കഴിഞ്ഞ് വരുമ്പോഴും എൻ്റെ സുഹൃത്തുക്കളായിട്ട് കൂടുമ്പോൾ ഈ യാത്രയുടെ വിശേഷങ്ങൾ കേൾക്കാൻ അവർക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ ഈ യാത്ര ചെയ്ത സ്ഥലങ്ങളെക്കുറിച്ചും കണ്ടുമുട്ടിയ ആളുകളെക്കുറിച്ചും എക്സൈറ്റ് ചെയ്ത ചില വിഷയങ്ങളെക്കുറിച്ചൊക്കെ അവരോട് പറയും. അവർക്ക് ഞാൻ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അത് കേട്ടിരിക്കാറുണ്ട്. അപ്പോൾ സമാനരായിട്ടുള്ള ഇത്തരം വിശേഷങ്ങൾ കേൾക്കാൻ, യാത്രാ വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ള സമാന മനസ്കരായ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അന്റാർട്ടിക്ക ക്രൂയിസിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. ബ്യൂണസ് ഐറസിൽ തന്നെ നമ്മൾ നിൽക്കുകയാണ്. ബ്യൂണസ് ഐറസിലെ ബോക്ക ജൂനിയർ സ്റ്റേഡിയം കണ്ടു. അടുത്ത് ബ്യൂണസ് ഐറസിൻ്റെ നഗര ചത്വരത്തിലേക്ക്, ഇത് ടൗൺ സ്ക്വയറിലേക്ക് നമ്മൾ പുറപ്പെടുകയാണ്. ഈ ടൗൺ സ്ക്വയറിന് ഒരു ചെസ് ബോർഡ്, ഒരു നീളൻ ചെസ് ബോർഡിൻ്റെ ഷേപ്പാണ്. ദീർഘചതുരത്തിലുള്ളൊരു ചെസ് ബോർഡ് പോലെ ആണ്. ഒരു വിഹക വീക്ഷണത്തിൽ നോക്കിയാൽ ശരിക്കും ഒരു ചെസ് ബോർഡ് പോലെ. ചുറ്റും 4 വശത്തും ബിൽഡിങ്ങുകളുണ്ട്. നടുവിലുള്ള പോർഷനിൽ സ്റ്റാച്യൂസും ചെറിയ പ്രതിമകളും മോണ്യുമെൻറ്റ്സും ഒക്കെ ഉണ്ട്. ബ്യൂണസ് ഐറസിലെ പ്ലാസ ഡെ മാഷോ എന്ന് പറയുന്ന സ്ക്വയറാണ്. ഇവിടെ കത്തീഡ്രലുണ്ട്, അത് കാണാൻ വന്നിട്ടുള്ളതാണ്. ഇതാണ് ആ കത്തീഡ്രൽ. ആ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ അവിടെ തന്നെയുള്ള ആ നഗരചത്വരത്തിലുള്ള കത്തീഡ്രലിലേക്കാണ് പോയത്. കത്തീഡ്രലിലെ വിശേഷങ്ങൾ കുറച്ചേറെയുണ്ട്. അപ്പോൾ അത് മറ്റൊരു എപ്പിസോഡിൽ പറയാം. അങ്ങനെ കത്തീഡ്രലിലെ കാഴ്ചകൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നത് ഈവനിങ് ഡിന്നറിനാണ്. ടാങ്കോ നൃത്തം നടക്കുന്ന ഹോട്ടലിലേക്കാണ് കയറുന്നത്. ഇവിടെ ഡിന്നറിനോടൊപ്പം ടാങ്കോ നൃത്തം കൂടി കാണാനുള്ള സൗകര്യം. ഞാനും കൃഷ്ണരാജും ആ സ്ഥലത്തും പോയിട്ടുണ്ട്. ഒരു ഡിന്നറിന് സ്ഥിരം കൊണ്ടുപോകുന്നൊരു സ്ഥലമാണ്. ഒരു 100-500 ആളുകൾക്ക് നിരന്നിരിക്കാവുന്ന ഒരു ഹാള്. ആ ഹാളിൽ ടേബിളുകളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. വൈൻ കഴിക്കാൻ പ്രത്യേകം ഗ്ലാസ്, വെള്ളം കുടിക്കാൻ പ്രത്യേകം ഗ്ലാസ്, വിസ്കിയോ ബ്രാൻഡിയോ കഴിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സെപ്പറേറ്റ് ഗ്ലാസ്സസ്, ബിയർ കഴിക്കാനുള്ള ഗ്ലാസ്സുകൾ. അങ്ങനെ ആ ഗ്ലാസ്സുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെ ഭയങ്കര രസമാണ്. 4 കോഴ്സ് ഡിന്നറാണ്. അവിടുത്തെ സ്റ്റീക്കും ഒക്കെ ഭയങ്കര ഫേമസ് ആണ്. അങ്ങനെ ഈ 4 കോഴ്സ് ഡിന്നർ ഇങ്ങനെ സഞ്ചാരികൾ ഇരുന്ന് ആസ്വദിക്കണം. ഒരു 500ഓളം പേര്. എപ്പോഴും ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും ഒരു സീറ്റ് പോലും ഒഴിവില്ലാതെ ഫുള്ളാണ്. അപ്പോൾ ഇങ്ങനെ നിരന്ന് ഈ ഹാളിൽ ആളുകളിരിക്കും. അതിൻ്റെ എൻഡിൽ കേർട്ടൺ ഇട്ട് മറച്ചിട്ട്
ഒരു സ്റ്റേജ് കേട്ടിനിട്ട് മറച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡിന്നർ കഴിഞ്ഞോട് കൂടിയിട്ട് അവിടെ ടാങ്കോ ഡാൻസും മ്യൂസിക്കും ഒക്കെ ആരംഭിക്കും. അപ്പോൾ ഈ ഡിന്നർ ആളുകൾ ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി. പലതരം വിഭവങ്ങൾ ഇങ്ങനെ വരുന്നു. സഞ്ചാരികൾ അതെല്ലാം ആഘോഷിച്ച് വയറൊക്കെ നിറഞ്ഞു അത്യാവശ്യം ചെറിയൊരു ലഹരിയൊക്കെ ആയിട്ടിരിക്കുമ്പോൾ സ്റ്റേജിലെ കർട്ടൻ ഇങ്ങനെ മാറുകയാണ്. കർട്ടൻ മാറി അവിടെ ടാങ്കോ ഡാൻസ് ആരംഭിക്കുകയാണ്. ഈ ടാങ്കോ ഡാൻസ് ആരംഭിക്കുമ്പോൾ ഒരു 50 വയസ്സുള്ള കപ്പിൾ, ഒരു 40 വയസ്സുള്ള കപ്പിൾ, ഒരു 30 വയസ്സുള്ള കപ്പിൾ, അങ്ങനെ 3 പ്രായത്തിലുള്ള 3 ജോഡികൾ ആണ് നൃത്തം ചെയ്യുന്നത്. സൈഡിൽ പാൻ ഫ്ലൂട്ട് അടക്കമുള്ള അർജൻറ്റീനിയൻ പരമ്പരാഗത ഡ്രംസും പെർക്കഷൻ ഐറ്റംസും ഒക്കെ നിരത്തിയിട്ടുണ്ട്. ഗിറ്റാറുകളുണ്ട്, ബേസ് ഗിറ്റാറുണ്ട്, ചെല്ലോസ് ഉണ്ട്, അങ്ങനെ ഫുൾ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് അവിടെയുണ്ട്. അപ്പോൾ ഇവർ ഡാൻസ് ചെയ്യുന്നു, ഇവർ മ്യൂസിക് പ്ലേ ചെയ്യുന്നു, അല്ലാണ്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള മ്യൂസിക്കിനല്ല ഡാൻസ് ചെയ്യുന്നത്. ഈ 3 പേരുടെയും നൃത്തത്തിന് ശേഷം ഈ നർത്തകർ വേദി ഒഴിവാകുമ്പോൾ ആ വേദി ഈ മ്യൂസീഷ്യൻസ് ഫുൾ ഓക്യുപ്പൈ ചെയ്യുകയും ഒരു ഫീമെയിലും ഒരു മെയിലും സിംഗേഴ്സ് കടന്നു വരികയും അവർ പാട്ട് ആരംഭിക്കുകയും ചെയ്യും. ¿O acaso aquel romance que solo nombra cuando se pone triste con el alcohol? Manera tanto con vos que son en color alternativa de vera del bandoneón. Carumba, mucha que sabía viva. Sos un caso perdido. Tu vieja dice que sos un bandido porque dice que te vieron la ópera. മറ്റേത് വെറും മ്യൂസിക് പശ്ചാത്തലത്തിലായിരുന്നു ഡാൻസ് ചെയ്തത്. ഇതിൽ ഇവർ ഗാനം ആലപിക്കുകയും ഇവർ രണ്ടുപേരും ഗാനം ആലപിക്കുകയും മ്യൂസീഷ്യൻസ് അതിന് പശ്ചാത്തലം ഒരുക്കുകയും ചെയ്യുമ്പോൾ ഈ പാട്ടിൻ്റെ ഒരു ഘട്ടം എത്തുമ്പോൾ നേരത്തെ വന്ന ആ 3 കപ്പിൾസ് ഇവരുടെ പുറകിൽ വരികയും ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അവർ നൃത്തം ചെയ്യുകയും ചെയ്യും. Mirando por ti bajo el sol de otro cielo, mi corazón santo con mi canción, canción porteña, canción de Buenos Aires, allá por tus entrañas que viven de verdad, lamento de amargura, sonrisa de esperanza, paz y canción de Buenos Aires, así por el suburbio que hoy reina en todo el mundo, este canto que se va muy profundo, grabado en lo más hondo del misterioso corazón. ഈ മെയിൽ സിംഗറിനും ഫീമെയിൽ സിംഗറിനും ഒരു 50 വയസ്സിന് മീതെ പ്രായമുണ്ട്. അവരുടെയൊക്കെ ഒരു സ്റ്റാമിന കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഈ പാട്ട് തന്നെ പാടാൻ നല്ല സ്ട്രെയിനുള്ള ഹൈ പിച്ചിലുള്ള പാട്ടാണ്. അതിൻ്റെ കൂടെ അവർ നൃത്തവും ചെയ്യും, ചെറിയ മൂവ്മെൻറ്റ്സൊക്കെ ചെയ്യും. അത്ഭുതപ്പെടുത്തുന്ന സ്റ്റാമിനയുള്ള ആൾക്കാരാണ് ഈ ഡാൻസ് ചെയ്യുന്ന ആൾക്കാർ. അവരുടെ നൃത്തത്തിൻ്റെ വേഗതയും അക്രോബാറ്റിക് സ്വഭാവമൊക്കെ കാണുമ്പോൾ
നമുക്ക് അത്ഭുതം തോന്നി. ഈ 50 വയസ്സിന് മീതെ പ്രായമുള്ള 60 വയസ്സൊക്കെ പ്രായമുള്ള ആളുകളുടെ ശരീരം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് നാണിക്കും. കാരണം അത്രയും മനോഹരമായിട്ട് അവർ ശരീരം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതിമനോഹരമായ നൃത്തമാണ്. ക്ലാസിക്കൽ രീതിയിലുള്ള ആ പാട്ടും നൃത്തവും കഴിഞ്ഞിട്ട് പിന്നെ ഫോക്കിൻ്റെ ഒരു ഗംഭീര പെർഫോമൻസാണ്. ഫോക്ക് മ്യൂസിക് അവരുടെ ബ്ലഡിൽ അലിഞ്ഞിട്ടുള്ള ഫോക്ക് മ്യൂസിക്കാണ്. പാൻ ഫ്ലൂട്ട് ഒക്കെ മനോഹരമായിട്ട് വായിക്കും. ഈ ബാൻജോന്നോ മറ്റാണ് പറയുക, ഈ ഗിറ്റാർ പോലെ. എന്നാൽ ഗിറ്റാറിൻ്റെ ഷേപ്പല്ല, ഈ റൗണ്ടിൽ ഉള്ള ഇതൊക്കെ ആയിട്ട് ഗിറ്റാർ ഉപയോഗിക്കുന്ന പോലെയാണ് അത് ഉപയോഗിക്കുക. ബാൻജോന്നോ മറ്റാണ് അതിന് പറയാമെന്ന് എനിക്ക് തോന്നണം. അപ്പോൾ ഈ സ്ട്രിങ് ഇൻസ്ട്രുമെൻസും ഈ ഫോക്ക് സ്ട്രിങ് ഇൻസ്ട്രുമെൻസും ഈ ഫ്ലൂട്ടും പാൻ ഫ്ലൂട്ടും ഒക്കെ വെച്ചിട്ടുള്ള അതിഗംഭീരമായ ഫോക്ക് മ്യൂസിക്കാണ്. എനിക്ക് ഉറപ്പാണ് നമ്മുടെ മ്യൂസിക് ഡയറക്ടേഴ്സ് അത് കേട്ട് കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ അവരതിൽ നിന്ന് ഇൻസ്പയർ ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ വളരെ പ്ലസൻ്റായിട്ടുള്ള, വളരെ ജോവിയലായിട്ടുള്ള, വളരെ വൈബ്രൻ്റായിട്ടുള്ള ഒരു സിനിമയിൽ പശ്ചാത്തല സംഗീതത്തിനൊക്കെ ഈ മ്യൂസിക്കിൻ്റെ സ്വാധീനമുള്ള മ്യൂസിക്കൊക്കെ ഉണ്ടാക്കാൻ അവർക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത്രയും അട്രാക്റ്റ്. ഞാനൊരു ഫോക്ക് സംഗീതത്തിൻ്റെ ആരാധകനാണ്. ക്ലാസിക്കൽ മ്യൂസിക്കിനേക്കാൾ എനിക്കിഷ്ടം ഫോക്ക് സംഗീതമാണ്. അപ്പോൾ ഫോക്ക് സംഗീതത്തിൻ്റെ ഒരു ഗംഭീര പ്രകടനമാണ്. പിന്നെ ഒരു നർത്തകൻ, ഇവരോടൊപ്പം തന്നെ ഒരു നർത്തകൻ
വരും. അയാളുടെ കയ്യിൽ 2 ഇങ്ങനെ സ്ട്രിങ്ങിൻ്റെ അറ്റത്ത് വുഡൻ ബോളുകളുണ്ട്. ആ ബോൾ ഇങ്ങനെ കറക്കിയിട്ട് നമ്മളുടെ ഇപ്പോൾ കളരിപ്പയറ്റിൽ ഉറുമിയൊക്കെ വീശുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മളുടെ മറ്റേ എന്താ പറയുക, ഈ അക്രോബാറ്റിക് പരിപാടികളിൽ ഈ സ്കിപ്പിംഗ് റോപ്പൊക്കെ യൂസ് ചെയ്യുന്നത് പോലെ ഈ 2 വുഡൻ ബോൾ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ടാപ്പ് ഡാൻസിങ് ആണ്. ഈ കാലിലുള്ള ഷൂ കൊണ്ട് ഇങ്ങനെ വുഡൻ ഫ്ലോറിൽ ഇങ്ങനെ ടാപ്പ് ചെയ്യുകയും ഈ ബോൾ ഉള്ള ഈ വയറിങ്ങനെ കറക്കുമ്പോൾ ഈ ബോൾ നിലത്തടിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു താളവും ഈ ടാപ്പ് ചെയ്യുമ്പോൾ ഈ ഷൂ ടാപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ടും ചേർത്തിട്ട് അത് തന്നെ ഒരു മ്യൂസിക് ക്രിയേറ്റ് ചെയ്യും. അത് അതിമനോഹരമാണ്. പിന്നെ ഈ ഡാൻസേഴ്സ് വരുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഡ്രസ്സ്, ഈ ഒരു വൂളൻ ക്ലോത്ത് ഇങ്ങനെ മടക്കിയിട്ട് അതിൻ്റെ മീതെ കഴുത്തിൻ്റെ സ്ഥലത്ത് ഒരു ഹോളിട്ടിട്ട് അതിങ്ങനെ തലയെക്കൂടെ ഇറക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലത്തെ ഒരു ഡ്രസ്സുണ്ട്. അതൊരു ഷർട്ടും ഇതൊക്കെ ഇട്ടതിന് ശേഷം അതിൻ്റെ മീതെ ഇടുന്നതാണ്. അതെനിക്ക് തോന്നി തണുപ്പ് കാലത്ത് ഈ കുതിരപ്പുറത്തൊക്കെ ഉള്ള കൗബോയ്സ്, യാത്ര ചെയ്യുന്ന കൗബോയ്സ് നെഞ്ചിലേക്ക് തണുത്ത കാറ്റടിക്കാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡ്രസ്സാണ്. അത് ഇവരുടെ ഈ ജിപ്സികളുടെയും കൗബോയ്സിൻ്റെയും ഒക്കെ ഒരു പ്രത്യേക ലാൻഡ്മാർക്ക് പോലെ, അല്ലെങ്കിൽ അവരുടെ ഒരു സ്പെസിഫൈഡ് ഡ്രസ്സാണ്. നമ്മൾ ഈ ക്ലിൻ്റ് ഈസ്റ്റ്വുഡിൻ്റെ കൗബോയ് സിനിമകൾ കാണുമ്പോൾ ആ കൗബോയ് സിനിമകളിൽ അദ്ദേഹം കുതിരപ്പുറത്ത് ഈ സാധനം ഇട്ടിട്ട് വരുന്ന ഫോർ എ ഫ്യൂ ഡോളേഴ്സ് മോർ ഫിസ്റ്റ്ഫുൾ ഓഫ് ഡോളേഴ്സ്, ഗുഡ് ബാഡ് അഗ്ലി എന്നൊക്കെ പറയുന്ന സിനിമകളിൽ അദ്ദേഹം ഈ സാധനം ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ വേഷത്തിലാണ് ഇവരുടെ ഫോക്ക് നൃത്ത സംഗീത പ്രകടനം. ആ രാത്രി അതിമനോഹരമായ സംഗീതവും നൃത്തവും ഗംഭീരമായ വിരുന്നും എല്ലാം കഴിഞ്ഞ് മനസ്സും വയറും നിറഞ്ഞ സഞ്ചാരികൾ രാത്രി ഉറക്കത്തിന് ഹോട്ടലിലേക്ക് മടങ്ങി.